നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഷിരൂരിൽ നിന്ന് ലഭിച്ച മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ ഇന്ന് DNA പരിശോധന. മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. പുഴയിൽ നിന്ന് കണ്ടെത്തിയ ലോറി ഇന്ന് കരയിലെത്തിക്കും. കൂടുതൽ ക്രെയിനുകൾ ഷിരൂരിലേക്ക്. കാണാതായ മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ തുടരും. അർജുനെ കണ്ടെത്തുന്നതുവരെ നിരന്തരം പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ അർജുന്റെ കുടുംബം. പലതരം വ്യാജ വാർത്തകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒപ്പം നിന്നവരെ മറക്കില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ ഉള്ളൂ. നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2ാം ഘട്ട തെരച്ചിൽ നിർത്തി വെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. മുൻ ഉദുമ MLA ആണ്. ദീർഘകാലം KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു KP കുഞ്ഞിക്കണ്ണൻ. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ ഇനിയും കണ്ടെത്താനായില്ല. സുപ്രീം കോടതിയിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനാവാത്ത അന്വേഷണ സംഘത്തിന് വ്യാപക വിമർശനം. NCPയിലെ തർക്കം പൊട്ടിത്തെറിയിലേക്ക്. ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ സംഘടനാ നടപടിയുമായി PC ചാക്കോ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജനെ സസ്പെൻഡ് ചെയ്തു. നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് AK ശശീന്ദ്രൻ. ADGP അജിത് കുമാർ തുടരുന്നിടത്തോളം എടവണ്ണ റിദാൻ ബാസൽ വധക്കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് PV അൻവർ MLA. റിദാന്റെ കാണാതായ ഫോണുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതിനാൽ അന്വേഷണത്തിന് വിചാരണ നിർത്തിവെക്കണമെന്ന ആവശ്യം അന്വേഷണ വിധേയമാക്കേണ്ടതാണെന്നും PV അൻവർ. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ ബലാത്സംഗ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയ നടപടി ചോദ്യം ചെയ്ത് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബലാത്സംഗ കേസിൽ എന്തിന് പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും പരാതിയിൽ എന്ത് നടപടി എടുത്തുവെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഈ 2 ചോദ്യങ്ങളിലും മലപ്പുറം ASP വിശദീകരണം നൽകിയേക്കും. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ ഹാജരാക്കണമെന്ന നിർദ്ദേശത്തിലും പോലീസ് മറുപടി നൽകും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിധിൻ മധുകർ ഇന്ന് ചുമതലയേൽക്കും. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കും. ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു നിധിൻ മധുകർ. കൂടുതൽ ദേശീയ വാർത്തകൾ. മുംബൈയിൽ കനത്ത മഴ തുടരുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വെള്ളക്കെട്ടിൽ മിക്ക റോഡുകളിലും ഗതാഗതം താറുമാറായി. സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, വിസ്താര എന്നീ വിമാന കമ്പനികൾ മുംബൈ വഴിയുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത അന്വേഷണം പ്രഖ്യാപിച്ചതോടെ രാജി ആവശ്യം ശക്തമാക്കി BJP. മൂടഭൂമി ഇടപാട് കേസിലാണ് കോടതി നിർദ്ദേശാനുസരണം ലോകായുക്ത അന്വേഷണം. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം. ജയിലിലാകുന്നതോടെ തുടർ പഠനത്തിനുള്ള അവകാശം ഇല്ലാതാകുന്നില്ലെന്ന് ബോംബെ ഹൈക്കോടതി. ഭീമ കൊരഗോവ് കേസിലെ ജയിലിൽ കഴിയുന്ന മഹേഷ് റാവത്ത് നൽകിയ ഹർജിയിലാണ് പരാമർശം. നിയമബിരുദ പഠനത്തിന് യോഗ്യതാ പരീക്ഷ ജയിച്ചിട്ടും ജയിലിലായതിന്റെ പേരിൽ പ്രവേശനം നിഷേധിച്ചതിനായിരുന്നു ഹർജി.
ഒക്ടോബർ 5 ശേഷം രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വലിയ മാറ്റം വരുമെന്ന് റിപ്പോർട്ടുകൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്ധനവില കുറയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ കുറഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കുറച്ചിരുന്നില്ല. ഇന്ത്യയിലെ പല സർക്കാർ ആശുപത്രികളിലും വിതരണം ചെയ്യുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ വ്യാജമെന്ന് നാഗ്പൂർ റൂറൽ പോലീസിന്റെ റിപ്പോർട്ട്. ആന്റിബയോട്ടിക്കുകളിൽ ടാൽക്കം പൗഡറും സ്റ്റാർച്ചും മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തൽ. മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന ഹരിദ്വാറിലെ ലബോറട്ടറിയിലാണ് ഇതും നിർമ്മിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. മുംബൈയിൽ ഭൂഗർഭ മെട്രോയുടെ ആദ്യഘട്ടം സുരക്ഷാ അനുമതിക്ക് വിധേയമായി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ. ആരെ കോളനിക്കും ബാന്ദ്രെ കുർല കോംപ്ലക്സിനും ഇടയിലാണ് ഭൂഗർഭ മെട്രോ. മൊത്തം 56 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ ആദ്യഘട്ടം ഒക്ടോബർ ആദ്യവാരം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവാദ കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന പരാമർശത്തിൽ ക്ഷമാപണം നടത്തിയിട്ടും കങ്കണ റണാവത്തിനെ തള്ളി ബിജെപി. കങ്കണയുടെ അഭിപ്രായങ്ങൾ അടിസ്ഥാനരഹിതവും യുക്തിരഹിതവുമാണെന്ന് ദേശീയ വക്താവ് ജയ്വീർ ഷർഗിർ പറഞ്ഞു. രാജവെമ്പാലയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ച വളർത്തുനായയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഉത്തർപ്രദേശിലെ ഝാൻസി ഗണേഷ് കോളനിയിലാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന പൂന്തോട്ടത്തിലേക്ക് പാമ്പ് ഇരച്ചുകയറിയത്. ഇതോടെ പാമ്പിനെ കടിച്ചുകൊന്ന കുട്ടികളെ വളർത്തുനായ രക്ഷിച്ചു. ബിസിനസ് വാർത്തകൾ നോക്കാം. മാർച്ച് മുതൽ വൻകിട ഇടത്തരം കമ്പനികൾ ഇന്ത്യയിൽ വിൽക്കുന്ന സ്പാനറുകൾ, പ്ലെയറുകൾ തുടങ്ങിയ ഹാൻഡ് ടൂളുകൾക്ക് ഗുണനിലവാര മാനദണ്ഡം നിർബന്ധമാക്കി. ചെറുകിട സംരംഭങ്ങൾക്ക് മാനദണ്ഡം പാലിക്കാൻ 9 മാസവും സൂക്ഷ്മ സംരംഭങ്ങൾക്ക് 1 വർഷവും സമയം ലഭിക്കും. ഗുണനിലവാര മാനദണ്ഡം കർശനമാകുന്നത് വഴി ഉപകരണങ്ങളുടെ വിലയും കൂടാൻ സാധ്യതയുണ്ട്. നെക്സോണിന്റെ CNG പതിപ്പ് വിപണിയിലെത്തിച്ച് ടാറ്റ മോട്ടോഴ്സ്. 8.99 ലക്ഷം രൂപ മുതലാണ് ഷോറൂം വില. വാഹനത്തിൽ 1.2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. മാനുവൽ ഗിയർ ഓപ്ഷണൽ മാത്രമാണ് ലഭ്യമാകുക. ഫാസ്ടാഗ്, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്നിവയിൽ ഓട്ടോ ടോപ്പ് സൗകര്യം ഉടൻ. ബാലൻസ് തുക തീരുമ്പോൾ ഓരോ തവണയും റീചാർജ് ചെയ്യേണ്ടതില്ല. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. നിശ്ചിത തുക സെറ്റ് ചെയ്താൽ ബാലൻസ് ഇതിലും താഴെ പോയാൽ തനിയെ റീചാർജ് ആകും. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ അരിസോണയിലെ പ്രചാരണ ഓഫീസിന് നേരെ വെടിവയ്പ്. പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് നടന്ന വെടിവയ്പിൽ കെട്ടിടത്തിന്റെ മുൻവശത്തെ ജനാലകൾ തകർന്നു. 2ാം തവണയാണ് അരിസോണയിലെ ടെംപിലെ പ്രചാരണ ഓഫീസിന് നേരെ വെടിവയ്പ് ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 16-നും ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ കമല ഹാരിസിന് ജനപ്രീതി കൂടിയെന്ന സർവേ. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ കമലയ്ക്കുള്ളത്. AAPI വോട്ടർമാരിൽ 66% ഹാരിസിനെ അനുകൂലിക്കുന്നു. അതേസമയം 28% മാത്രമാണ് ട്രംപിനുള്ള പിന്തുണ. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാവുന്നു. നമസ്കാരം.